ഹായ് നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് സംസാരിക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള എന്നാൽ കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ഒരുപാട് ഈ ചാനലിൽ അല്ലെങ്കിൽ എനിക്ക് റിക്വസ്റ്റ് വന്നിട്ടുള്ള ഒരു ടോപ്പിക് കൂടിയാണ്. സെക്ഷൽ നാർസിസം എന്നുള്ളൊരു കൺസെപ്റ്റാണ് നമ്മൾ ഇന്ന് സംസാരിക്കാനായിട്ട് പോകുന്നത്. ഇതൊരു ക്ലിനിക്കൽ ഡയഗ്നോസിസ് ടേം ഒന്നുമല്ല, ഒരു പ്രൊഫഷണൽ ഡയഗ്നോസിസ് ടേം അല്ല. ഇതെന്ന് പറയുന്നത് ഒരു നാർസിസിന്റെ ബിഹേവിയറൽ പാറ്റേൺസ്, ഒരു ഇന്റിമേറ്റ് ആയിട്ടുള്ള റിലേഷൻഷിപ്പിൽ, ഒരു സെക്ഷൽ റിലേഷൻഷിപ്പിൽ നാർസിസം എങ്ങനെയാണ് പ്രകടമാകുക, അല്ലെങ്കിൽ ഒരു നാർസിസിസ്റ്റ് എങ്ങനെയാണ് ബിഹേവ് ചെയ്യുക, അവരുടെ ബിഹേവിയറൽ പാറ്റേൺസ് എന്തൊക്കെയാണ്, അവരുടെ സെക്ഷൽ നേച്ചർ എന്തൊക്കെയാണ്, ഒരു സെക്ഷൽ രൂപം എന്താണ് എന്നുള്ളതാണ് വിശദീകരിക്കാനായിട്ട് പോകുന്നത്, അല്ലെങ്കിൽ അതിനെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കാനായിട്ട് പോകുന്നത്. പ്രധാനമായിട്ടും മനസ്സിലാക്കിയിരിക്കേണ്ടത്, ഇന്ന് നമ്മൾ ഈ ടോപ്പിക്ക് സംസാരിക്കുന്നത്, ഈ ഒരു ഡൈനാമിക്സ് ഡിസ്കസ് ചെയ്യുന്നത് നിങ്ങളെ ഫിസിക്കൽ ആൻഡ് ഇമോഷണൽ അബ്യൂസിൽ നിന്നും പ്രൊട്ടക്ട് ചെയ്ത് നിർത്താൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള അവയർനെസ് നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ്. എപ്പോഴും ഒരു നാർസിസിന്റെ വിക്ടിമായിരിക്കുന്നവർക്ക് ഈ ഒരു സെക്ഷലൈസേഷനും അല്ലെങ്കിൽ ഡീഗ്രേഡിങ്ങും സ്ഥിരം ഇവരുടെ ഭാഗത്ത് നിന്ന് നേരിടേണ്ടി വരും. ഇവർ അവരുടെ സെക്ഷൽ ഡിസയേഴ്സ് സാറ്റിസ്ഫൈ ചെയ്യാനുള്ള ഒരു ഒബ്ജക്റ്റ് മാത്രമായിട്ടായിരിക്കും വിക്ടിമിനെ കാണുന്നത്. അതുകൊണ്ട് തന്നെ എമ്പതി ഇല്ലാത്ത ബെഡ്റൂമുകളായിരിക്കും, അല്ലെങ്കിൽ പീഡന മുറികളായിരിക്കും പലപ്പോഴും വിക്ടിംസിന്. അപ്പോൾ അത്തരത്തിൽ ഈ ലാക്ക് ഓഫ് എമ്പതി എന്നുള്ള ഘടകം സെക്ഷൽ ഇൻറ്റിമസിയിൽ വരുന്നതുകൊണ്ട് തന്നെ പാർട്ണറിന്റെ ഫീലിങ്സിനെയോ അല്ലെങ്കിൽ നീഡ്സിനെയോ കംപ്ലീറ്റ്ലി ഡിസ്റിഗാർഡ് ചെയ്യുന്ന രീതിയിലായിരിക്കും ഒരു നാർസിസിസ്റ്റ് ബിഹേവ് ചെയ്യുന്നത്. ഇതിൽ ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, റിലേഷൻഷിപ്പിന്റെ തുടക്കത്തിൽ തന്നെ, അത് മുന്നോട്ട് പോകുന്ന ആ ഒരു സാഹചര്യത്തിൽ തന്നെ നിങ്ങൾ എന്താണ് ഹേറ്റ് ചെയ്യുന്നത്, ഒരു സെക്ഷൽ റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് ഇഷ്ടമല്ലാത്തത് എന്താണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് താല്പര്യമില്ലാത്ത കാര്യം എന്താണെന്ന് ഈ നാർസിസിസ്റ്റ് കൃത്യമായിട്ട് മനസ്സിലാക്കുകയും അത് നിങ്ങളെ കൊണ്ട് ചെയ്യിക്കുകയും ചെയ്യും എന്നുള്ളതാണ്. അതൊരു ഈ നാർസിസിന്റെ വളരെ വേഴ്സ്റ്റ് ആയിട്ടുള്ള ഒരു സൈക്കോസെക്ഷൽ ബിഹേവിയർ ആണ്. നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത സെക്ഷൽ ആക്ട്സ് അത് നിങ്ങളെ കൊണ്ട് നിരന്തരം ചെയ്യിക്കുക, നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യാനുള്ള ക്യൂസ് നിങ്ങളിൽ നിന്നും കിട്ടിയാലും, അല്ലെങ്കിൽ നിങ്ങൾ അത്തരം ഒരു ഇന്റൻഷൻ അല്ലെങ്കിൽ സ്റ്റോപ്പ് ചെയ്യാനുള്ള ഒരു ഇന്റൻഷൻ നിങ്ങൾ കാണിച്ചാലും അത് ഇഗ്നോർ ചെയ്യുക. അവർക്കത് മനസ്സിലായാലും അവർ കണ്ടില്ലെന്ന രീതിയിൽ നടിച്ചുകൊണ്ട് ഇത് കണ്ടിന്യൂ ചെയ്യുക എന്ന ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഈ റിലേഷൻഷിപ്പിൽ അവർ ചെയ്യുന്ന കാര്യങ്ങളാണ്. അതിനൊപ്പം തന്നെ നിങ്ങളുടെ ഇതിനായിട്ടുള്ള ഫോട്ടോസും മറ്റ് കാര്യങ്ങളും വീഡിയോസും ഒക്കെ ഓൺലൈൻ സ്പേസുകളിൽ അപ്ലോഡ് ചെയ്യുക, പോൺ സൈറ്റുകളിൽ അപ്ലോഡ് ചെയ്യുക. ഇത് നിങ്ങൾ റെസിസ്റ്റ് ചെയ്താലും ഇത് നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുക. പിന്നെ ഒരു നാർസിസിസ്റ്റിന്റെ മുഖമുദ്രയായ എൻറ്റൈറ്റിൽമെന്റ് എന്ന് പറയുന്ന ഒരു കാര്യം ഈ സെക്സിലോട്ട് വരുമ്പോഴും അവർ കാണിക്കുന്നുള്ളതാണ്. ഞാനിത് കിട്ടാൻ അർഹതപ്പെട്ടവനാണ്, അല്ലെങ്കിൽ എന്നും ഇതെനിക്ക് തരേണ്ട ആളാണ്, അല്ലെങ്കിൽ തരേണ്ട ഒരാളായിട്ടാണ് അല്ലെങ്കിൽ വന്നിരിക്കുന്നത്, അല്ലെങ്കിൽ നിന്റെ ഉത്തരവാദിത്തമാണ് അത്, അല്ലെങ്കിൽ നിന്റെ കടമയാണ് അതെന്നുള്ള രീതിയിലായിരിക്കും നിരന്തരം ഇവർ നിങ്ങളെ ട്രീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഉദാഹരണത്തിന് ഇപ്പോൾ നിങ്ങൾ അവരെ റിജക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു കാര്യത്തിൽ ഭയങ്കരമായിട്ടുള്ള ദേഷ്യം പ്രകടിപ്പിക്കുകയും മുഖം വീർപ്പിച്ചുകൊണ്ട് ബാക്കിയുള്ള കാര്യങ്ങളിൽ അല്ലെങ്കിൽ മുന്നോട്ട് പിന്നെ അത് കിട്ടുന്നവരെ അത്തരത്തിൽ പെരുമാറിക്കൊണ്ടിരിക്കുകയും കോപം കാണിക്കുന്ന രീതിയിൽ പ്രകടമായിട്ട് ഇത് കിട്ടാത്തതാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്ന തരത്തിലേക്ക് പെരുമാറുകയും ചെയ്യുന്നവരാണ് നാർസിസിസ്റ്റ്. വളരെ എക്സ്പ്ലോയിറ്റേഷനും മാനിപ്പുലേഷനും ഇവർ ചെയ്യും. ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്തുകൊണ്ട്, ഗിൽറ്റ് ട്രിപ്പ് ചെയ്തുകൊണ്ട്, ഗ്യാസ് ലൈറ്റ് ചെയ്തുകൊണ്ട്, ഇത്തരം കാര്യങ്ങളെല്ലാം അവരുടെ ആവനാഴിയിലുള്ള എല്ലാ അസ്ത്രങ്ങളും ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളിൽ നിന്നും ഇത് നേടിയെടുക്കാൻ ഇവർ ശ്രമിച്ചുകൊണ്ടിരിക്കും. ഇതൊന്നും നടന്നില്ല എന്നുണ്ടെങ്കിൽ ഭീഷണിപ്പെടുത്തിയെങ്കിലും നിങ്ങളിൽ നിന്നും ഈ ഒരു കാര്യം നടത്തിയെടുക്കാനായിട്ട് ഇവർ ശ്രമിക്കും. ചില നാർസിസ്റ്റിക് റിലേഷൻഷിപ്പുകളിൽ ഇതുപോലെ നിങ്ങളോട് വലിയ രീതിയിൽ അവർ വഴക്കുണ്ടാക്കും, വലിയ രീതിയിൽ നിങ്ങളെ ഒരു ആർഗ്യുമെന്റ് ഉന്നയിച്ച് നിങ്ങളെ അബ്യൂസ് ചെയ്ത് നിങ്ങളെ ഇമോഷണലി തളർത്തി നിങ്ങളെ വല്ലാത്തൊരവസ്ഥയെക്കൊണ്ടൊന്ന് എത്തിച്ചിട്ട് അവർ നിങ്ങളോട് സെക്സ് ചെയ്യാൻ ആവശ്യപ്പെടും, അല്ലെങ്കിൽ സെക്സ് നൽകാനായിട്ട് ആവശ്യപ്പെടും. അപ്പോൾ നിങ്ങൾ പെട്ടെന്ന് ചിന്തിക്കുക, ഇത് ഇങ്ങനെയാണ് ഈ മനുഷ്യന് ഇത് ചിന്തിക്കാനായിട്ട് പറ്റുന്നത്? ഇത്രയും വലിയൊരു ആർഗ്യുമെന്റ് കഴിഞ്ഞ് ഇത്രയും എന്നെ അബ്യൂസ് ചെയ്ത ശേഷം സെക്സ് ചെയ്യാൻ വിളിക്കുന്നു, ഇയാൾ എന്ത് ക്രൂരനാണെന്നുള്ള രീതിയിലുള്ള ചിന്ത നിങ്ങളുടെ മനസ്സിലുണ്ടാവും. അതായത് ഈ നാർസിസിസ്റ്റ് അപ്പോൾ എന്താണ് ചിന്തിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളോട് ആർഗ്യുമെന്റ് നടത്തിയിട്ട് നിങ്ങളുടെ കൺട്രോൾ നഷ്ടപ്പെട്ട പോലെ ഒരു ഫീലിംഗിൽ അവരിയ്ക്കുമ്പോൾ നിങ്ങളിൽ നിന്നും എങ്ങനെയെങ്കിലും കൺട്രോൾ അവർക്ക് എടുക്കണം. ആ കൺട്രോൾ എടുക്കാനായിട്ട് അവർ കാണുന്ന ഒരേ ഒരു മാർഗം സെക്സ് ആണ്. ഇപ്പം ഞാൻ പറഞ്ഞ എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുള്ളവരുണ്ടെങ്കിൽ ദയവേത് നിങ്ങൾ കമന്റ് സെക്ഷനിൽ നിങ്ങളുടെ അനുഭവങ്ങൾ അറിയിക്കുക. പിന്നെ മറ്റൊരു കാര്യം, ഇവരൊരു സെഡോ മെസോക്കിസ്റ്റ് ആണെന്നുള്ളതാണ്. ഈ ഒരു സെഡോ മെസോക്കിസ്റ്റ് എന്ന് പറയുന്ന ഒരു ടേം എന്ന് ഉദ്ദേശിക്കുന്നത് സാഡിസം ആൻഡ് മെസോച്ചിസം രണ്ടും കൂടെ ചേർന്ന് വരുന്ന ഒരു അവസ്ഥയാണ്. ഇവർക്ക് നിങ്ങൾ ഡീപ്പായിട്ടുള്ള ഒരു ഇമോഷണൽ ക്രൈസിസ് അനുഭവിക്കുമ്പോൾ അതിൽ നിന്നും ഒരു ഹൈ കിട്ടുന്നുണ്ട്, ഒരു വല്ലാത്ത ഹൈ കിട്ടുന്നുണ്ട്. ആ ആനന്ദം അവരുടെ കണ്ണുകളിൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അങ്ങനെ നിങ്ങളെ കൺട്രോൾ ചെയ്യാൻ കിട്ടുന്ന ഓരോ അവസരവും ഇവരിലൊരു അറൗസൽ ഉണ്ടാക്കും, ഇവരിലൊരു ഓർഗാസം ഉണ്ടാക്കും, ഇവർക്കൊരു ഹൈ കിട്ടും ആ ഒരു കൺട്രോളിങ്ങിലൂടെ.
അതുകൊണ്ടാണ് അവർ ആ സാഹചര്യത്തിൽ സെക്സിന് ആവശ്യപ്പെടുന്നത്. അപ്പോൾ നേരെ മറിച്ച് റിസീവിങ്ങിൽ നിൽക്കുന്ന വിക്ടിമിന് ഇതൊരു സെക്ഷൽ ടോർച്ചറാണ്. ലിറ്ററലി എല്ലാ രീതിയിലും ഇമോഷണലി ഫിസിക്കലി അവർ തകർന്ന് താറുമാറാവും. അവർ കൺഫ്യൂസ്ഡ് ആയിരിക്കും. എന്താണ് ഇയാൾ ഇങ്ങനെ ചെയ്യുന്നത്, എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്, എന്നെ ഇയാൾ ഉപയോഗിച്ചു, ഞാൻ യൂസ്ലെസ് ആയി, ഞാൻ ഇനി ഒന്നിനും കൊള്ളില്ല എന്നുള്ള ഫീലിംഗ് നിരന്തരം അവർക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കും. പലപ്പോഴും ഈ ലവ് ബോംബിംഗ് സ്റ്റേജിൽ ഇവർക്ക് ഭയങ്കര ഇൻറ്റൻസ് ആയിരിക്കും. ഈ റിലേഷൻഷിപ്പിൽ അല്ലെങ്കിൽ സെക്ഷൽ റിലേഷൻഷിപ്പിന് അസിസ്റ്റമായിട്ടുള്ളത് വളരെ ഇൻറ്റൻസ് ആയിരിക്കും. ഇനി പോകെയാണ് ഇവരുടെ തനിനിറം വിക്ടിമിന് മനസ്സിലായി വരിക. അല്ലെങ്കിൽ ഈ വിക്ടിമിനെ പിന്നെ അവർക്കൊരു ലൈംഗിക ദാരിദ്ര്യം ഇവർക്ക് നാസിസ്റ്റ് അനുഭവിക്കും. അയാൾക്ക് പിന്നെ ബോറായി തുടങ്ങും. ഇവർ നോ ലോങ്ങർ എൻ്റർടൈനിങ്, നോ ലോങ്ങർ പ്രഷർ ഗീവിങ് എന്നുള്ള രീതിയിലായിരിക്കും പിന്നെ ഈ ഒരു വിക്ടിമെ അവർ ട്രീറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ പിന്നെ പുതിയ മേച്ചിൽപ്പുറങ്ങൾ തേടി പോകാനായിട്ട് നാസിസ്റ്റുകൾ തുടങ്ങും. നിങ്ങൾക്ക് ഈ റിലേഷൻഷിപ്പ് ഒരുപാട് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ഈ വ്യക്തിയുമായിട്ടുള്ള ഒരേ ഒരു കണക്ഷൻ സെക്സ് മാത്രമാകുന്നൊരു അവസ്ഥ ഉണ്ടാകും. പിന്നെ ഇവരുടെ ഈ ഗ്രാൻഡ്യൂസ് നേച്ചർ കാരണം തന്നെ സെക്സ് കഴിഞ്ഞ ഉടനെ ഇവർക്ക് ഒരുപാട് അപ്രിസിയേഷൻ പറയണം. ഇവരുടെ പെർഫോമൻസ് നല്ല അടിപൊളിയായിരുന്നു എന്ന് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കണം. നിങ്ങൾ എപ്പോഴും ഒരു പൂഴ്ത്തിക്കൊണ്ടിരിക്കണം. നിങ്ങളിൽ നിന്നത് കിട്ടുന്നില്ലെങ്കിൽ ഇവർ പറയും അയാളുടെ എക്സ് ഗേൾ ഫ്രണ്ട് ഭയങ്കരമായിട്ട് ഇയാളെ പൊക്കി പറയുമായിരുന്നു, ഇതുപോലെ ഇയാളുടെ പെർഫോമൻസ് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് അവർ എണിച്ച് നിന്ന് കൈയടിക്കുമായിരുന്നു എന്നൊക്കെയുള്ള രീതിയിൽ ഇയാൾ വല്ലാത്ത ഇതിങ്ങനെ പറഞ്ഞ് നിങ്ങളിൽ നിന്നും ഈ ഒരു ഇത് കിട്ടാൻ വേണ്ടിയിട്ട് ഇയാൾ ഇത്രയും ക്രൂരമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളോട് ചെയ്തിട്ട് നിങ്ങളിൽ നിന്ന് അതിന് അപ്രീസിയേഷനും കൂടെ അയാൾ വാങ്ങിച്ചെടുക്കും. ഈ ടോപ്പിക്ക് പറയുമ്പോൾ തന്നെ എനിക്കൊരു ആത്മരോക്ഷം ഉള്ളിൽ നിന്നും ഉണ്ടാകുന്നതിൻ്റെ റീസൺ എന്ന് പറയുന്നത് വിക്ടിം അനുഭവിക്കുന്ന വളരെയധികം ദാരുണമായിട്ടുള്ള കോൺസിക്വൻസസ് ആണ് ഈ ഒരു ബിഹേവിയേഴ്സ് കാരണം. വിക്ടിമിൻ്റെ ഒരു തലച്ചോറിലെ ബയോകെമിക്കൽ ബാലൻസ് കംപ്ലീറ്റ്ലി തകിടം മറിയും, മെസ്ഡപ്പ് ആവും ഫുള്ളി. അതുകൊണ്ട് തന്നെ ഈ ഓക്സിറ്റോസിനും കോർട്ടിസോളും പോലുള്ള ഹോർമോൺസിൻ്റെ വളരെയധികം വ്യതിയാനങ്ങളും അല്ലെങ്കിൽ അത് താറുമാറാകുന്ന രീതിയിൽ അൺബാലൻസ്ഡ് ആയി പോകുന്നതുകൊണ്ട് ഒരു തരത്തിൽ വിക്ടിം തന്നെ ഇതിലൊരു അഡിക്റ്റഡ് ആയി പോകുന്ന ഒരു അവസ്ഥ ഉണ്ടാകും. അല്ലെങ്കിൽ ഈ സ്റ്റോക്ക്ഹോം സിൻഡ്രോം ഒക്കെ നമ്മൾ പറയുന്ന പോലെ വിക്ടിം ഈ ഒരു കാര്യത്തിൽ നാർസിസിസ്റ്റുമായിട്ടൊരു സെക്ഷൽ അഡിക്ഷൻ പോലെ വിക്ടിമിനുണ്ടാകാനും കാരണമാണ്. ഇതൊരിക്കലും വിക്ടിമിന്റെ കുറ്റം കൊണ്ടല്ല. ഇത്തരത്തിലുള്ള ഹോർമോണൽ ചേഞ്ചസ് വളരെയധികം ദുരനുഭവങ്ങൾ ഇത്രയും കാലം അനുഭവിച്ചുകൊണ്ട് വിക്ടിമിന് സംഭവിക്കുന്നതാണ്. വിക്ടിം തന്നെ ആ കാര്യത്തിൽ ഹെൽപ്ലെസ് ആണ്. എന്നാൽ ഈ ഒരു കാര്യം നാർസിസിസ്റ്റ് നിങ്ങൾക്കെതിരെ ഉപയോഗിക്കുമെന്നുള്ളതാണ്. അവർ ഈ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് നിങ്ങളെ ബ്ലെയിം ചെയ്യും. നിങ്ങളൊരു സെക്ഷൽ മാനിയെ കാണുന്നു, നീ ഒരു സെക്ഷൽ അഡിക്ഷൻ ഉള്ള ആളാണെന്നും, എൻ്റെ ഇത്തരം ഭയങ്കര ഇതുകൊണ്ടാണ്, പെർഫോമൻസ് കൊണ്ടാണ്, അല്ലെങ്കിൽ ഞാൻ ഇത്ര അടിപൊളി ആയതുകൊണ്ടാണ്, അട്രാക്റ്റീവ് ആയതുകൊണ്ടാണ് നീ എന്നോട് ഇത്ര അട്രാക്ഷൻ കാണിക്കുന്നതും നീ സെക്ഷലി അട്രാക്റ്റഡ് ആയിരിക്കുന്നതെന്നും നിങ്ങളെ പിന്നെയും ധരിപ്പിച്ച് അവർക്ക് വേണ്ട കാര്യങ്ങൾ നിങ്ങളിൽ നിന്നും അവർ ഊറ്റി എടുത്തുകൊണ്ടിരിക്കും. ഇതുകൊണ്ടാണ് പലപ്പോഴും ഈ റിലേഷൻഷിപ്പിൽ നിന്ന് മാറിപ്പോയ ഈ പറയുന്ന പാർട്ട്നേഴ്സിന് പോലും ഈ നാർസിസിസ്റ്റുമായിട്ട് വീണ്ടും സെക്സ് ചെയ്യാനുള്ള ഒരു തരത്തിലുള്ള അട്രാക്ഷൻ തോന്നുന്നു, ഒരു സെക്ഷൽ അട്രാക്ഷൻ തോന്നുന്നു. അപ്പോൾ ഇത്തരം തോന്നലുകൾ ഉണ്ടാകുന്നത് നിങ്ങളുടെ ബയോകെമിസ്ട്രി കംപ്ലീറ്റ്ലി താറുമാറായിരിക്കുന്നത് കൊണ്ടും നിങ്ങളുടെ അത് വളരെയധികം ഇംബാലൻസ് ആയി പോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് കൊണ്ടാണെന്ന് നിങ്ങൾ അവെയർ ആയിട്ടിരിക്കണം. ഒരിക്കലും അതിൻ്റെ പേരിലുള്ള ബ്ലെയിമും കൂടി നിങ്ങൾ എടുക്കരുത്. നിങ്ങൾ ചിന്തിക്കുക, എന്തുകൊണ്ടാണ് എനിക്ക് അയാളോട് ഇപ്പോഴും ഈ പറയുന്ന സെക്ഷൽ അട്രാക്ഷൻ ഉള്ളത്, അപ്പോൾ എൻ്റെ സെക്ഷൽ അട്രാക്ഷൻ എന്തുകൊണ്ടാണ്, അപ്പോൾ എനിക്ക് എന്തെങ്കിലും കുഴപ്പം കാണും എന്നുള്ള രീതിയിൽ വിക്ടിം ചിന്തിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോഴും അവർ അറിയുന്നില്ല അവരുടെ ബയോകെമിസ്ട്രിയിലുള്ള ചേഞ്ചസ് കാരണമാണ്, ഇംബാലൻസ് കാരണമാണ്, അത് മെസ്റ്റപ്പായി കിടക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ അവർക്ക് തോന്നുന്നതെന്ന് പാവപ്പെട്ട വിക്ടിം അറിയുന്നില്ല എന്നുള്ളതാണ്. ഇത്തരം അനുഭവങ്ങൾ ഉണ്ടെങ്കിൽ അത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളവർ ദയവായി കമന്റ് സെക്ഷനിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് അറിയിക്കുക. ഇതുപോലുള്ള സിമിലർ ആയിട്ടുള്ള അനുഭവം നിങ്ങൾക്കുണ്ടെങ്കിലും അവരുടെ ഷെയർ ചെയ്യുക. പിന്നെ നാർസിസിസ്റ്റിൽ തന്നെ ഇതിനേക്കാൾ ഡേഞ്ചറസ് ആയിട്ടുള്ള വേഴ്സ്റ്റ് ആയിട്ടുള്ള സെക്ഷൽ ബിഹേവിയേഴ്സ് കാണിക്കുന്നവരുണ്ട്. ഇത്തരം വളരെ മോശമായിട്ടുള്ള ആക്ട്സ് ഇവരെ കൊണ്ട് ചെയ്യിക്കുന്ന വിക്ടിംസിനെ കൊണ്ട് ചെയ്യിക്കുന്നവരുണ്ട്. അങ്ങനെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും ഇപ്പോൾ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് വേണ്ട ഹെൽപ്പ് എടുക്കുക. നിങ്ങൾക്ക് ഹെൽപ്പ് എടുക്കാനുള്ള എമർജൻസി നമ്പേഴ്സ് ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തിട്ടുണ്ടായിരിക്കും. അതെല്ലാം ഉപയോഗപ്പെടുത്തി നിങ്ങൾക്ക് വേണ്ട ഹെൽപ്പ്, നിങ്ങൾക്ക് വേണ്ട സപ്പോർട്ട്, നിങ്ങൾക്ക് വേണ്ട സേഫ്റ്റി ഉറപ്പുവരുത്തുക. ഇതുപോലെ ഇനിയും സാഹചര്യങ്ങളും ബിഹേവിയേഴ്സും എക്സാമ്പിൾസും പാറ്റേൺസും ഒരുപാടുണ്ട്, ഇനിയും അത് പറയാനുണ്ട്. അപ്പോൾ അതുപോലെ എന്തെങ്കിലും നിങ്ങൾക്ക് അഡീഷണൽ ആയിട്ട് ആഡ് ചെയ്യാനുണ്ടെങ്കിൽ, നിങ്ങളുടെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അതും നിങ്ങൾ ഈ വീഡിയോയുടെ കമന്റ് സെക്ഷനിൽ അറിയിക്കുക. ഇപ്പോൾ നിങ്ങൾക്കറിയാമല്ലോ, റീസെൻ്റ്ലി ഒരു പ്രമുഖ നടൻ്റെ എക്സ് വൈഫ് ഇത്തരത്തിലായ അവർക്കുണ്ടായ വളരെ മോശമായിട്ടുള്ള സെക്ഷൽ അനുഭവങ്ങൾ പറയുന്നുണ്ട്. ഒരു നാർസിസിസ്റ്റിക് ആയിട്ടുള്ള ഒരു നടൻ്റെ, നിങ്ങൾക്ക് പേരൊന്നും എടുത്ത് പറയേണ്ടത് നിങ്ങൾക്ക് അറിയായിരിക്കും. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്ത് നിങ്ങൾക്ക് അറിയാവുന്ന ആൾക്കാരിലേക്ക്, ഹെൽപ്ഫുൾ ആകുമെന്ന് തോന്നുന്ന ആൾക്കാരിലേക്ക് എത്തിക്കുക. നിങ്ങൾ ഈ എൻ്റെ വീഡിയോസ് ലൈക്ക് ചെയ്ത് നിങ്ങൾ ഈ കമ്മ്യൂണിറ്റിയുടെ ഭാഗമായിട്ട് എന്നെ സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഒന്ന് അവസാനിപ്പിക്കുകയാണ്. നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും
ബൈ.